ശ്രീ മോഹൻ വർഗീസ്, അത് മാത്രമല്ല കെ സി വേണുഗോപാലിൻ്റെയൊക്കെ ചില ചിത്രങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ ഈ വെയിലത്ത് കിടന്നുറങ്ങുന്നു, ആളുകളിൽ നിന്ന് പരാതികൾ വാങ്ങുന്നു, ഇത്തരത്തിൽ ഇതുവരെ കാണാത്ത ഫോട്ടോകളൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു നേതാവ് സൈക്കിള് ചവിട്ടിയ ബാല്യം, കൗമാര കാലഘട്ടം എത്രത്തോളം കഠിനമായ പ്രയത്നമായിരുന്നു എന്നതിൻ്റെ PR വർക്ക് കണ്ടു. ഈ എല്ലാ തരത്തിലുള്ള PR വർക്കുകളും കാണുന്നൊരു സമയമല്ലേ ഇത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാന വിഷയം, എനിക്ക് തോന്നുന്നത് ഈ ഡിബേറ്റിൽ പരിഗണിക്കേണ്ട വിഷയം, ഹൗ ഡു വി ഇൻറ്റർപ്രറ്റ് ദ മാൻഡേറ്റ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയത് UDF അനുകൂലമായി ഒരു മാൻഡേറ്റ് ഉണ്ട് എന്ന് മിക്ക അഭിപ്രായ സർവേകളും പറയുമ്പോൾ അതിനെ പൊരുൾ തിരിക്കാനുള്ള ഒരു ചുമതല കൂടിയുണ്ട്. അത് മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട്, പൊതുജനങ്ങൾ അത് പൊരുൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം വോട്ട് ചെയ്തത്? മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. അതല്ല, വാട്ട് ക്യാൻ ബി വൺ ഇൻ്റർപ്രിട്ടേഷൻ. രണ്ട്, ഈ അഴിമതി, അക്രമം, മറ്റു കാര്യങ്ങൾ, ഈ ഒരു കൾച്ചറിനോടുള്ള ഒരു വിയോജിപ്പ്, അതിനുവേണ്ടി വോട്ട് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ച ഒരു നയമുണ്ട്, ഒരു രേഖയുണ്ട്, നയരേഖയുണ്ട്, ഒരു വികസന ഇന്ദിര ഗ്യാരൻറ്റീസ്, അതിനുവേണ്ടി വോട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പോളറൈസേഷൻ രാഷ്ട്രീയമാണ്. ഇപ്പോൾ UDF ഒക്കെ മുന്നോട്ട് വെച്ച ഒരു ഡീൽ എന്നൊക്കെ പറയുമ്പോൾ പലരും ആദ്യം നെറ്റി ചുളിച്ചു. ശ്രീ മഞ്ജുഷ്, എന്തിനാണ് ഈ ഡീൽ എന്ന് പറയുന്നത്? ഈ ശബരിമല മാത്രം മതിയാകുമല്ലോ, അല്ലെങ്കിൽ അഴിമതി കഥകൾ മാത്രം മതിയാകുമല്ലോ ഈ വിജയം നേടിയെടുക്കാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയം അതുപോലെ ആവർത്തിച്ചാൽ തന്നെ സുഗമമായി അധികാരത്തിലെത്താൻ UDF കഴിയുമായിരിക്കെ എന്തിനാണ് വളരെ നിഗൂഢമായ രീതിയിൽ, ഒരുപാട് കെട്ടുകഥ പോലെ തോന്നത്തക്ക രീതിയിലൊക്കെ ഡീൽ ആരോപണം? പക്ഷേ ഇപ്പോൾ ഇത് പുറത്തു വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിപ്രായ സർവേകളുടെ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇവിടെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായി. ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF. അപ്പോൾ UDF അധികാരത്തിൽ എത്തിക്കുന്ന പ്രധാന ഘടകം കൺസോളിഡേഷനാണ്. ആ കൺസോളിഡേഷൻ ഇനിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. ആ കൺസോളിഡേഷൻ, അതിന് കാരണഭൂതനായ വ്യക്തി ഇക്കൂട്ടത്തിൽ ആരാണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ മലബാറിൽ നിന്ന് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു തരംഗ സാധ്യതയാണ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ആ തരംഗം ഫിസിൽ ഔട്ട് ചെയ്യും. പക്ഷേ മലബാർ കൊണ്ടുവരുന്ന ആ ഒരു കാറ്റലിസ്റ്റിക് ചേഞ്ച്, ആ ചേഞ്ചിന് പ്രധാന ഘടകമാകുന്നത് മുസ്ലിം ജനസാമാന്യമാണ്. അവർക്ക് സ്വീകാര്യൻ, അവർക്ക് കൂടി, അവരുടെ അല്ല, മുസ്ലിം ലീഗ് അല്ല തീരുമാനിക്കേണ്ടത്. ലീഗ് അത് ഇത്രയും തെളിച്ച് ലീഗ് പറയുമെന്ന് ഈ ഘട്ടത്തിൽ, ഇത് ഇലക്ഷൻ റിസൾട്ട് ഒന്നും വന്നില്ല, ഈ ഘട്ടത്തിൽ ഇത്രയും തെളിച്ച് പാണക്കാട് തങ്ങൾ സാഹിദ് അലി തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ മുസ്ലിം മനസ്സുകളിൽ, പ്രത്യേകിച്ച് മലബാർ മനസ്സുകളിൽ, കോൺഗ്രസിനെയും UDF സപ്പോർട്ട് ചെയ്യുന്ന മലബാർ മേഖലയിലെ മനസ്സിൽ ഡൗട്ടൊന്നുമില്ല, അത് VD സതീശൻ തന്നെയാണ്. അതുമാത്രമല്ല, അഭിപ്രായ സർവേകളിൽ കണ്ടത് ചിത്രം എന്താണ്? 20 മുതൽ 25% വരെ പിന്തുണ VD സതീശനാണ്. പിണറായി വിജയന് 34% പിന്തുണയുണ്ട്. സ്വാഭാവികമല്ലേ, ഇടതുപക്ഷ തോറ്റ കാൻഡിഡേറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റാരുമില്ല. ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ശൈലജ ടീച്ചറിനെ പോലും കാര്യമായി പരിഗണിക്കുന്നില്ല. ശൈലജയുടെ പേരും കുറേ പേർ, 3% പേര്, 2-3% പേര് വരും. അതൊരു പിണറായി ഒരു മാറ്റം വരട്ടെ, മറ്റൊരു മുഖം വരട്ടെ എന്ന് ചിന്തിക്കുന്ന അവരും LDF വോട്ടേഴ്സാണ്. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും കെ.സി. വേണുഗോപാലും ഒക്കെ തന്നെ പിന്തുണ ചിതറിപ്പോകുമ്പോൾ അവിടെ കണക്കുകൾ അവിടെ ശരിയാകാണ്. പോൾസ്റ്റേഴ്സ് ഈ കണക്കൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് വിശകലനം ചെയ്യുമ്പോഴും ഇതെല്ലാം ഒപ്പിച്ചെടുക്കുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം, ഇൻ്റർപ്രറ്റിംഗ് ദ മാൻഡേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഹൈക്കമാൻഡിനെ കൂടി ഒരു സമ്മർദ്ദത്തിലാക്കില്ലേ? കാരണം കെ.സി. വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. നമുക്കറിയാമല്ലോ കെ.സിയുടെ ഒരു പ്രഭാവം നമുക്കറിയാം. ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള, താരമൂല്യമുള്ള, വലിയ ഡെപ്തിലിറങ്ങാൻ കഴിയുന്ന നേതാവ് കെ.സി. തന്നെയാണ്, സംശയമൊന്നുമില്ല. മറ്റ് രണ്ടുപേരുടെ അർഹത ഉണ്ടായിരിക്കും തന്നെ കെ.സിക്കാണ്. പക്ഷേ ഇത്രയും ജനവികാരം ഒരു പരിധിവരെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹൈക്കമാൻഡിന് അന്തിമമായ തീരുമാനമെടുക്കാൻ കഴിയുക? അവിടെ ഓവർവെൽമിങ് ഒരു പിന്തുണ VD സതീശനുണ്ട് എന്ന രീതിയിലാണ് എല്ലാ പോൾസ്റ്റേഴ്സും പറയുന്നത്. അത് സ്വാഭാവികമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായി കിട്ടുന്ന ഒരു പിന്തുണയാണ്. അത് മുസ്ലിം ലീഗ് എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ഷാബു പ്രസാദ്, അപ്പോൾ താങ്കളുടെ ആ വിലയിരുത്തൽ തെറ്റുവാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. താങ്കൾ പറയുന്നു കെ.സിക്കാണ് സാധ്യതയെന്ന്. പക്ഷേ അവിടെ VD സതീശനെ ലീഗ് ഇപ്പോൾ തന്നെ എൻഡോഴ്സ് ചെയ്തു കഴിഞ്ഞു. ഫലം വരുന്നതിന് മുൻപ് തന്നെ ലീഗിന്റെ മനസ്സിൽ സതീശനാണെന്ന് വെളിവായി കഴിഞ്ഞു, അത് പരസ്യമാക്കി കഴിഞ്ഞു. അല്ല, ഞാൻ ഇതെല്ലാം മാറ്റി നിർത്തി വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ
ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഒരിടത്ത് പോലും ഈ കൂട്ടത്തിൽ വരാൻ യോഗ്യനായിട്ട് പോലും എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് വരുന്നില്ല എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ. കൊടിക്കുന്നിലിന്റെ പേരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. 89 അടൂരിൽ നിന്ന് MP ആയ മനുഷ്യനാണ്. കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. ഈ KC വേണുഗോപാൽ എന്ന MP ആയിരുന്നോ എനിക്ക് സംശയമുണ്ട്. KC വേണുഗോപാലിനൊപ്പം തന്നെ സീനിയോറിറ്റിയും ഇവരുടെ ഒക്കെ ഉള്ള ആ സീനിയോറിറ്റി ഉള്ള മനുഷ്യനാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം അത്രത്തോളം, അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചകളിൽ പോലും വരാത്തത് എന്തുകൊണ്ടാണത്? ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ പിന്നോക്ക ദളിത് സ്നേഹം ഇവിടെ ഇല്ലേ? രാഹുൽ ഗാന്ധി ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടമാണ് ദളിത് പിന്നോക്ക സ്നേഹത്തിനെ പറ്റി പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെയുള്ള, അവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള, കഴിവ് കൊണ്ട് തന്നെ വളർന്നു വന്ന ഒരു മനുഷ്യനെ ഈ കേരളത്തിന് ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ? എന്തുകൊണ്ടാണിത്? ആലോചിച്ച് നോക്കുക. ഒരു വലിയ അനീതിയല്ലേ മഞ്ജുഷേത്? ശരി, കോൺഗ്രസിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. എങ്കിൽ പോലും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത് കാര്യം ഒരു തുറന്ന സംവാദവേദിയാണ്, ഇവിടെ ജനാധിപത്യമാണ്, നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദളിത് പിന്നോക്ക നേതാവിന് അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്നില്ല. പക്ഷേ ആ വിഭാഗത്തിൽ നിന്ന് ശക്തനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനുള്ളപ്പോൾ ആ മനുഷ്യന്റെ പേരിവിടെ സംസാര വിഷയം പോലും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയൊരു അനീതിയുടെ അംശമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ ഈ ദളിത് പിന്നോക്ക സ്നേഹം പറയുന്ന ഈവൻ ദളിത് നേതാക്കന്മാർ പോലും ഈ വിഷയം ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ശരികേടുകളുണ്ട്. കാര്യം ഇവരുടെ ഈ പറയുന്നവരുടെ എല്ലാം ദളിത സ്നേഹം എന്ന് പറയുന്നത് വെറും മുഖം മൂടിയും കപടതയും മാത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ചെയറിലിരിക്കാറുണ്ട്, ചെയറിലിരുന്ന് സഭ നിയന്ത്രിക്കാറുണ്ട്. KC വേണുഗോപാലിനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയറിലിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആരാ ഉള്ളത്? KC വേണുഗോപാലുണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ ചെയറിൽ ഇരിക്കാറുള്ളൂ. ഇവിടെ നിന്നില്ല. കാര്യം അത്രത്തോളം സീനിയോറിറ്റി ഉള്ള കഴിവുള്ളവരാണ് അവര്. അതുകൊണ്ടാണത്. എന്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം എല്ലാം മാറ്റി നിർത്തി നോക്കുക, ഏറ്റവും മികച്ചൊരു പാർലമെന്റേറിയനാണ് പ്രേമചന്ദ്രൻ. അതുപോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ആദ്യം വോട്ടവകാശം കിട്ടിയ ആ ഇലക്ഷനിൽ അടൂരിൽ നിന്ന് ജയിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടേ ഉള്ളൂ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഈ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കാൻ KC വേണുഗോപാലിനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.